നമ്മുടെ സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ പരിശോധിക്കാൻ പോകുന്നത് ബസ്സിൽ പോകുന്ന, അതുപോയിട്ട് ബസ് ഉപയോഗിച്ച് ബസ്സിൽ കയറി പല സ്ഥലങ്ങളിലും പോകുന്ന ആൾക്കാർക്ക് വളരെയേറെ ഉപകാരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമ്മൾ ബസ് കാത്തു നിൽക്കുന്ന സമയത്ത് ആ ബസ് എവിടെ എത്തി, അത് എപ്പോൾ എത്തും, ആ ഭാഗത്തേക്കുള്ള ബസ് എപ്പോഴെല്ലാം വരും, എപ്പോഴെല്ലാം ഉണ്ട്, തുടങ്ങിയ കാര്യങ്ങൾ അറിയുന്ന ഒരു നല്ലൊരു ആപ്ലിക്കേഷനാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇത് എല്ലാവരുടെ ഫോണിലും വളരെ അത്യാവശ്യപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. എന്തായാലും ആപ്ലിക്കേഷൻ എന്താണ്, കാര്യങ്ങളെല്ലാം ഞാൻ വീഡിയോയിൽ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എപ്പോഴും പറയും പോലെ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാർക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായ ഈ വീഡിയോയ്ക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കാണുന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഉപയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു ആപ്ലിക്കേഷനാണത്. ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിലെ പ്ലേ സ്റ്റോർ ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം സെർച്ച് ബാറിൽ ചലോ ലൈവ് ബസ് ട്രാക്കിംഗ് ആപ്പ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ കാണാൻ സാധിക്കും. പല ആപ്ലിക്കേഷനുണ്ട്, അത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്ത് കളയല്. ഞാനിപ്പോൾ കാണിച്ചിരിക്കുന്ന ഈ ആപ്ലിക്കേഷൻ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ ആ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കും. നമ്മൾ ഇത് അലോ ചെയ്ത് കൊടുക്കുക. അടുത്ത ലാംഗ്വേജ് കാണിക്കും, നമ്മളത് കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ എൻ്റെ ഈ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അവരുടെ വെരിഫിക്കേഷൻ കോഡ് ഇതുപോലെ അയക്കും. അതിനുശേഷം നമുക്കിവിടെ ഇതാണ് പ്രധാനപ്പെട്ട ഒരു പെർമിഷൻ കേട്ടോ. നമ്മുടെ ഗൂഗിൾ മാപ്പിൻ്റെ ലൊക്കേഷൻ ഇവിടെ നമ്മൾ അലോ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിവിടെ ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ അറിയാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് എൻ്റെ വീട്ടിൽ നിന്നും അടുത്തുള്ള ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ കുന്നുംപാറയാണ് കാണിക്കുന്നത്. കുന്നുംപാറ എന്ന് പറയുന്ന സ്ഥലത്തുള്ളതാണ് കാണിക്കുന്നത്. അവിടെ തന്നെ മെഡിക്കൽ കോളേജിൽ പോകാനുള്ള ബസ് നെയ്യാറ്റിൻകരയിൽ നിന്ന് വരുന്ന ആ ബസ്സിൻ്റെ നമ്മൾ ക്ലിക്ക് ചെയ്തിരിക്കുകയാണ് കണ്ടോ. അതിവിടെ നമുക്കിവിടെ കറക്റ്റായിട്ട് ഏത് വഴിയാണ് പോകുന്നത് കാര്യങ്ങളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെട്ട സമയമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എവിടെയാണോ ബസ് ഇപ്പോൾ നിർത്തിയിട്ടുള്ളത്, എപ്പോൾ നമ്മുടെ ആ ബസ് സ്റ്റോപ്പിൽ എത്തും എന്നുള്ള വിവരങ്ങളെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നിങ്ങൾ നോക്കുക. ഇത് ആ ബസ് നിർത്തുന്ന സ്റ്റോപ്പുകളാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്, ഗൂഗിൾ മാപ്പ് വഴി കാണിച്ചിരിക്കുന്നത്. KSRTCയുടെ നമ്മുടെ ട്രാവലിംഗ് കാർഡിനെ കുറിച്ച് അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ, അതിൻ്റെ ലിങ്കും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ഇതുപോലെ എല്ലാ ബസ് യാത്ര പോകുന്ന നമുക്ക് അറിയാൻ സാധിക്കുന്ന എല്ലാ കാര്യങ്ങളുമുള്ള ഒരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. കുറച്ച് MB മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് വയ്ക്കുക. എന്തായാലും മറ്റൊരു അറിവുമായി എത്തുന്നതുവരെ ഗുഡ് ബൈ. MK ചോയ്സ്.